ഹേ ഗായ്സ്, ഡെലിവറി ഡേറ്റ് അടുത്തോ? ഹോസ്പിറ്റൽ ബാഗ് റെഡിയാണോ? അപ്പൊ നമുക്ക് റെഡിയാക്കിയാലോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാം, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിനകത്ത് വേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റിൽ ഞാൻ ഒരു ബോണസ് ടിപ്പും തരുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ശരിക്കും പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അമ്മ തന്നെയാണ് ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ ടൈമില് സെക്കൻഡ് ഡെലിവറി ടൈം ആയപ്പം ഞാൻ തന്നെയാണ് എന്റെ എല്ലാം ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തത്. അപ്പോ ആ കൂടെ ഞാൻ ഒരു മണ്ടത്തരവും കാണിച്ചു. അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വേണ്ടത് അമ്മയ്ക്ക് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫീഡിങ് ഗൗൺസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ്, ഇത് രണ്ടും നമുക്ക് വെക്കാം. അതിന്റെ റീസൺ എന്ന് വെച്ചാല് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഫസ്റ്റ് കുഞ്ഞുമായിട്ട് ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് അമ്മയ്ക്ക് വേണമല്ലോ. അപ്പൊ ഏറ്റവും അതിന് ബെസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി തന്നെയാണ്. ഈ ഫീഡിങ് ഗൗൺസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് വശം ഭയങ്കര, അതിന്റെ സിപ്പിന്റെ ഗ്യാപ്പ് ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അതിൽ കൂടെയൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് ആണ് സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡിങ് ഗൗൺസിലേക്ക് പോവാം. പക്ഷെ അതിന്റെ സിപ്പിന് നല്ല ലെങ്ത് ഉണ്ടാവണം എന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഓൺലൈൻ ഇത് വാങ്ങിയാൽ പോലും അതിന്റെ സിപ്പ് ലെങ്ത് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തീരെ ചെറിയ സിപ്പ് ലെങ്ത് ആണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് പാല് കൊടുക്കാൻ പാടായിരിക്കും. ഒന്ന്. പിന്നെ രണ്ടാമത് മാറ്റർനിറ്റി പാഡ്സ് ആണ്. ഹെവി ഫ്ലോ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റർനിറ്റി പാഡ്സ് തന്നെ നമുക്ക് വേണം. ഓക്കെ, അത് രണ്ടാമത്തത്. മൂന്നാമത്തത് വെരി ഇമ്പോർട്ടന്റ് ആണ്, നഴ്സിംഗ് ബ്രാസ്. നഴ്സിംഗ് ബ്രാസ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള നഴ്സിംഗ് ബ്രാസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണത്. നോർമൽ ബ്രാസ് യൂസ് ചെയ്യാനേ പാടില്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നഴ്സിംഗ് ബ്രാസ്. പിന്നെ നമ്മുടെ പാൻറ്റീസ് ആണ്. പാൻറ്റീസ് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ സ്ലിപ്പേഴ്സ് ഉണ്ട്. സ്ലിപ്പേഴ്സ് നമ്മൾ വീട്ടിലിടുന്നത് പോലത്തെ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് റൂമിനകത്തൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള സ്ലിപ്പേഴ്സ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ടോയ്ലറ്ററീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാംപൂ, ചീപ്പ്, സോപ്പ്, നമ്മുടെ ക്രീം, അങ്ങനത്തെ ഐറ്റംസ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഈ സാധനങ്ങളെല്ലാം ഒരു ബാഗിൽ, ചെറിയ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കുക. പിന്നെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. അതൊക്കെ ഒരു മാൻഡേറ്ററി അല്ല, എന്നാലും ജസ്റ്റ് നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ടവൽ, മറന്നു പോവാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ടവൽ. നല്ലൊരു മൈക്രോ ഫൈബർ ടവൽ തന്നെ ഉള്ളത് നല്ലതാണ്. പിന്നെ വേണ്ടത് ഫോൺ ചാർജർ. ഫോൺ ചാർജറും ഒക്കെയാണ്. അത് നമ്മൾ മറക്കാറില്ല. സാധാരണ ഇന്നത്തെ കാലത്ത് ആരും അത് മറക്കാറില്ല. അപ്പൊ ഫോൺ ചാർജറും കരുതുക. പിന്നെ സ്നാക്സ് പാക്ക് ചെയ്യുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. സ്നാക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന്റെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ നമുക്ക് സ്നാക്സ് ഇഷ്ടമുള്ള അവൈലബിൾ ആണ്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് നമുക്ക് വേണമെങ്കിൽ പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സ്പെസിഫിക് സ്നാക്സ് എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കഴിക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഹോസ്പിറ്റലിലോട്ടും കൊണ്ടുപോയായിരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ല വൈറ്റ് ക്ലീൻ കോട്ടന്റെ മുണ്ടോ അല്ലെങ്കിൽ വൈറ്റ് കോട്ടൺ സാരി, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ പഴയ അമ്മമാരൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവര് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കോട്ടൺ ക്ലോത്തും കാണുമായിരിക്കും. അപ്പൊ ഈ നഴ്സുമാരത് ചോദിക്കാറുണ്ട്. അത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് അത് പാക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പം ചില ഹോസ്പിറ്റലിൽ ചോദിക്കില്ല, അത് ചില ഹോസ്പിറ്റലിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെ ചാൻസ് ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ അത് പാക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഫ്ലാസ്ക് ബോട്ടിൽ, അതിനകത്ത് ചൂട് നിൽക്കാൻ പറ്റിയ ടൈപ്പ് ഫ്ലാസ്ക് ഉണ്ടല്ലോ, ആ ടൈപ്പ് ബോട്ടിലുള്ള നല്ലതാണ്. നമുക്ക് കോഫി, ടീ എന്തെങ്കിലും വേണമെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. അപ്പൊ അതുള്ളത് നല്ലതാണ്. പിന്നെ ടിഷ്യൂ പേപ്പർ കൈ വെക്കുക. എപ്പം വേണേലും എന്തിനു വേണേലും ആവശ്യം വരാം. ടിഷ്യൂ പേപ്പർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു പാക്കറ്റ് വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഡെയിലി വെയർ ഡ്രസ്സസ്, അത് നമ്മൾ ഡെയിലി വീട്ടിൽ ഇടുന്ന ഡ്രസ്സസും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിന്റെ കൂടെ തന്നെ പാക്ക് ചെയ്യാം. ഈ മാറ്റർനിറ്റി വെയർ സെപ്പറേറ്റ് ആയിട്ടും പിന്നെ അല്ലാത്ത ഡെയിലി വെയർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം.
അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്ര ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരുമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന ഡ്രസ്സും കുറച്ച് പാക്ക് ചെയ്ത് അതിനകത്ത് വെക്കുക. എന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് 5 days കഴിഞ്ഞിട്ടായിരുന്നു എന്റെ ഡെലിവറി. അപ്പൊ ആ 5 ദിവസത്തേന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പല സാധനങ്ങളും ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാം. പക്ഷെ നമ്മൾ തന്നെ എല്ലാം നമ്മുടെ കയ്യിൽ പാക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഒരു കംഫർട്ട് അതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കുട്ടികൾക്ക് കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബേബി ഡ്രസ്സസ്, കുഞ്ഞു കെട്ടുടുപ്പുകള്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ നമുക്ക് പാക്ക് ചെയ്യാം. പിന്നെ ഈ ഗ്ലവ്സ് പോലത്തെ കാലിലും കയ്യിലും ഇടാൻ കവർ ചെയ്യുന്ന പോലത്തെ ഗ്ലവ്സ് പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, അതേപോലെ ക്യാപ്പ്, അത് വേണമെങ്കിൽ നമുക്ക്, അത് മാൻഡേറ്ററി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ബ്ലാങ്കറ്റിലെല്ലാം കവർ ചെയ്താണ് കുട്ടിയെ വെക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. പിന്നെ ഡൈപ്പേഴ്സ് മസ്റ്റ് ആണ്, ഡൈപ്പേഴ്സ് പാക്ക് ചെയ്യണം. പിന്നെ ബേബി ബ്ലാങ്കറ്റ്സ്, ഒരു 3-4 ബേബി ബ്ലാങ്കറ്റ്സ് എങ്കിലും വെക്കുക. പിന്നെ നാപ്പീസ്, അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. കുറച്ച് നാപ്പീസ് നമ്മൾ വെക്കുന്ന, പഴയ ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ അവര് ഈ വൈറ്റ് ക്ലോത്ത് ഇല്ലേ, നമ്മുടെ ഈ മുണ്ട് പോലത്തെ തുണികൾ തന്നെ നാപ്പീസ് ആക്കി വെക്കുമായിരുന്നു, കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനും കിട്ടും. അതിന്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ ആദ്യത്തെ 1-2 ദിവസം കുഞ്ഞുങ്ങളുടെ യൂറിൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാപ്പീസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ബേബി ബെഡ്, അത് മാൻഡേറ്ററി അല്ല, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഈ ടൈപ്പ് ബേബി ബെഡ്സ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് അതിനകത്ത് കുഞ്ഞിങ്ങനെ ഒതുങ്ങി കംഫർട്ടബിൾ ആയിട്ട് കിടന്നോളും. നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് ബേബി വൈപ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, മറക്കല്ല്. ബേബി വൈപ്സും ആ കൂടെ നമ്മൾ പാക്ക് ചെയ്യണം. ഇത്രയാണ് ബേബിക്ക് വേണ്ട സാധനങ്ങൾ. ഓക്കെ, പിന്നത് നമ്മുടെ ഡോക്യുമെന്റ് സെക്ഷൻ ആണ്. ഇപ്പൊ ഡോക്യുമെന്റിനകത്ത് നമുക്ക് സ്കാൻ റിപ്പോർട്ട്സ് വെക്കാം, നമ്മുടെ ID പ്രൂഫ്, ആധാർ മസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ ഇൻഷുറൻസ് കാർഡോ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കുക. പിന്നെ എപ്പോഴും കയ്യിൽ കുറച്ച് ക്യാഷ് എപ്പോഴും കയ്യിൽ വെക്കുക. എപ്പം വേണേലും നമുക്ക് ക്യാഷിന്റെ ആവശ്യം വരാം. അപ്പൊ കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. ഒരു 34 വീക്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും ബാഗ് നമുക്ക് പതുക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്യുമ്പോൾ, കുട്ടിയുടെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും പാക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി ഉണക്കി നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം. അല്ലാതെ പുതിയ ഡ്രസ്സസ് ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതലും കുട്ടികൾക്കൊക്കെ വാങ്ങുന്നത്, അത് കഴുകാതെ യൂസ് ചെയ്യില്ല. അത് കഴുകിയിട്ടേ നമ്മൾ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. എന്റെ ഒരു മണ്ടത്തരം ഞാൻ പറഞ്ഞില്ലേ, അതെന്താന്ന് വെച്ചാ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊന്നും ഇപ്പോഴേ വാങ്ങി വെക്കല്, ഈ ഡെയിലി വെയർ ഡ്രസ്സില്ലേ അത് ഇപ്പോഴേ വാങ്ങി വെക്കല്, അത് ദോഷമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു പോയി കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ ഡെലിവറി നൈറ്റിലായോണ്ട് തന്നെ ആ സമയത്ത് ഷോപ്സ് ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടിയെ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരേണ്ടി വന്നു. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അത്ര വലിയൊരു മണ്ടത്തരം ഞാൻ കാണിച്ചല്ലോ എന്ന്. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനത് ചെയ്തു കേട്ടോ. അത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മണ്ടത്തരായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കാണിക്കല്. നമ്മൾ ഇതൊക്കെ മേടിച്ച് പാക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ദോഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഗോൾഡ് ജ്വല്ലറീസ് ഒക്കെ മാക്സിമം നമ്മൾ ഊരി വീട്ടിൽ വെച്ചിട്ട് തന്നെ പോകുന്നതാണ് നല്ലത്. ഹോസ്പിറ്റലിൽ അതൊക്കെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഒരു പർപ്പസിനാണല്ലോ പോകുന്നത്. അപ്പൊ ഈ ഗോൾഡ് ജ്വല്ലറീസ് ഒക്കെ ഊരി വെച്ചിട്ട് പോകുന്നതാണ് സേഫും നമുക്ക് നല്ലതും. കാരണം എന്തായാലും നമ്മൾ അവിടെ ഊരേണ്ടി വരും. ലാസ്റ്റ് പറഞ്ഞ ആ ബോണസ് ടിപ്പ് പറയട്ടെ. ബാഗ് പാക്ക് ചെയ്യുമ്പം, അമ്മയുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പം ആ കൂടെ ഒരു നിപ്പിൾ കെയർ ക്രീം വെക്കുന്നത് നല്ലതാണ്. ആദ്യം തന്നെ പോയി ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ച് നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റും. ഞാൻ യൂസ് ചെയ്ത ഇതാണ്. ഇത് ആർക്ക് വേണേലും യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ടൈം പാലും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിപ്പിൾ ക്രാക്സ് ഉണ്ടാവാനും പെയിൻ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ നമുക്കൊരു റിലീഫ് കിട്ടാനും അത് നേരത്തെ തന്നെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നഴ്സിംഗ് പില്ലോസ്,
ആദ്യത്തെ കുറച്ച് നാളുകൾ നമുക്കിത് ഈ നഴ്സിംഗ് പില്ലോസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമുക്ക് സ്റ്റിച്ചസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒന്ന് എണീറ്റിരുന്ന് പാല് കൊടുക്കാനും ഒക്കെ നമുക്ക് ഈ പില്ലോ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതുള്ളത് നല്ലത് തന്നെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.